എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോണ സ്റ്റുഡൻസിൻ്റെ അറിവിലേക്കുള്ളൊരു വീഡിയോ ആണ്. ശ്രദ്ധിച്ച് കേട്ടാലും നമ്മൾ പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ ഈ സ്റ്റഡി ലോൺ വളരെ അനായാസം ബാങ്കിൽ നിന്ന് ലഭിക്കാറുണ്ട്. സാമ്പത്തികം ഒരു പ്രശ്നമല്ല. നമുക്ക് എന്തെങ്കിലും വീടോ എന്തെങ്കിലും പറമ്പോ ഉണ്ടെങ്കിൽ വളരെ വേഗം അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമുക്ക് ലോൺ സാങ്ഷനാക്കും. എന്നാൽ ഈ ലോൺ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് രാജ്യത്താണ് പഠിക്കാൻ പോകുന്നത്, ആദ്യം ചെയ്യേണ്ടത് ആ രാജ്യത്ത് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നും വ്യക്തമായ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അത് വളരെ പ്രധാനമാണ്. അത് സഹായിച്ചാൽ രണ്ടു പേരിൽ നിന്നും കേട്ടാൽ അത് വളരെ ഉപയോഗപ്രദമായിരിക്കും. കാരണം യൂറോപ്പിലെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുണ്ട്. അവിടെ പല യൂണിവേഴ്സിറ്റികളുണ്ട്, പല സൗകര്യങ്ങളുമുണ്ട്. ഇവിടെ തന്നെ ഈ ടാക്സ് കൂടുതൽ ഉള്ള രാജ്യമുണ്ട്, ഒരു നോർമൽ ടാക്സ് ഈടാക്കുന്ന രാജ്യങ്ങൾ. ഇതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടാക്സ് കൊടുത്ത് ചെയ്യുന്ന വർക്കിൻ്റെ ബെനിഫിറ്റ് അത്ര നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. ടാക്സ് കുറവുള്ളിടത്ത് അതൊരു ബെനിഫിറ്റായിരിക്കും. ഇനി പോണ രാജ്യം ഏതെന്ന് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും പ്രധാനം ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ എല്ലാവർക്കും ഈ കമ്പ്യൂട്ടർ ഈവൻ മൊബൈലിൽ തന്നെ ആ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ പോണ ആ രാജ്യത്തിൻ്റെ എംബസി ഇന്ത്യയിലുണ്ട്. ആ എംബസിയുടെ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് അനായാസം കിട്ടാൻ പറ്റും. ഇപ്പോൾ എംബസി ഓഫ് വോഡികൾ, എംബസി ഓഫ് UK, എംബസി ഓഫ് അമേരിക്ക, എംബസി ഓഫ് ആ രാജ്യം അടിച്ച് ഏത് രാജ്യത്തിൻ്റെ അടിച്ചാലും അതിൽ നിങ്ങൾക്ക് ഓരോ എംബസിയിലും ഈ എഡ്യൂക്കേഷൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രത്യേക വിങ്ങുണ്ട്. അവരെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ രാജ്യത്തുള്ള കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി, കോളേജ് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഏജൻറ്റിൽ നിന്നും നിങ്ങളുടെ പരിചയക്കാരിൽ നിന്ന് കിട്ടുന്ന ഇതിൽ ഉപരിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി അവർ അവിടെ തന്നെ ഈ സ്റ്റുഡൻസിന് ഈ കോളേജിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ ഈ കോളേജ് ഹോസ്റ്റൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അതിന് പകരം യു ക്യാൻ ടേക്ക് ഔട്ട്സൈഡ് എന്തെങ്കിലും റൂം എടുത്ത് അവിടെ നിങ്ങൾ താമസിച്ചിട്ട് സ്കൂളിലോ കോളേജിൽ പോകാൻ എളുപ്പമായിരിക്കും. ഒപ്പം അതിലൊരു പ്രധാന കാരണം നിങ്ങൾക്ക് ലോക്കൽ എന്തെങ്കിലും ഈ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ അലോ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ പുറത്ത് നിന്ന് ജോലി ചെയ്ത് പോയി വരാൻ സൗകര്യം, ഒരു ജോലി കണ്ടുപിടിക്കാനും അതിന് പോയി വരാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. ഇനി ഈ ബാങ്കിൽ നിന്നും നിങ്ങൾ കൂടുതൽ ചെയ്യാൻ എന്തുകൊണ്ട് ഇത്ര അനായാസം ലോൺ തരുന്നു അതും പറയാം. കാരണം ഈ ബാങ്കിങ്ങിൽ ഇപ്പോൾ എല്ലാ ബാങ്കുകളിലും കോടാനുകോടി രൂപ ഇപ്പോൾ ഡിപ്പോസിറ്റ് ഉണ്ട്. ഈ ഡിപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഇവർ ഇൻട്രസ്റ്റ് കൊടുക്കണം, ബാങ്കർ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം. ഈ ഫണ്ട് എവിടെയെങ്കിലും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ, ബിസിനസ്സുകാർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കൂ. ആ ഇൻട്രസ്റ്റിലാണ് ഇവരുടെ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നവർക്കുള്ള ബെനിഫിറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ഈ ബാങ്കിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ വളരെ കുറവാണ്. കാരണം ഇവിടെ അത്രയും ബിസിനസ് ചെയ്യില്ല. പ്രധാനമായി കേരളത്തിൽ ആർക്കും ബിസിനസ് ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യം. ഇറ്റ് ഈസ് എ വെരി അനോയിങ് ഫാക്ട്. ഇവിടെ ഇപ്പോൾ ആകെ ഉള്ള കുറച്ച് കെട്ടിടങ്ങൾ ഗവൺമെൻറ് കെട്ടിവിടുക, അതിനൊരു പേര് IT പാർക്ക് എന്ന പേര് കൊടുക്കുക, IT കമ്പനിക്കാർക്കുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ഒരു നിശ്ചിത ലെവലിലുള്ള ആൾക്കാർ ഈ IT ഫീൽഡ് അറിയുന്നവർ മാത്രമാണ് അവിടെ ഇപ്പോൾ ജോലി കിട്ടുന്നത്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ഔട്ട്സൈഡ്. അത് നമുക്ക് ഈ ഔട്ട്സൈഡിലുള്ളവർക്ക് അത്ര വിചാരിച്ച രീതിയിലുള്ള
ജോബ് സാധ്യത കേരളത്തിലില്ല. ഈ ടെക്നീഷ്യൻ, ജനറൽ ലേബേഴ്സ് ഇവർക്കൊക്കെ. കാരണം ഇവിടെ ജോലി കിടന്നാൽ നോക്കിയിരിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഇവിടോട്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റുഡൻസ് ചിന്തിക്കുന്നത്, ഞാൻ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ജോലി കിട്ടത്തില്ല, അതിനേക്കാളും ബെറ്റർ നാട്ടിൽ പുറത്ത് പോയി പഠിക്കുന്നത്. അങ്ങനൊരു ചിന്താഗതി സ്റ്റുഡൻസിനുണ്ട്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും നിങ്ങൾ പോണ രാജ്യത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ, അവിടുത്തെ ലിവിങ് കാസ്റ്റ്, നിങ്ങൾക്ക് എത്ര മണിക്കൂർ പണി, ഇതെല്ലാം A to Z കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ബാങ്കിനെ സമീപിക്കുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക, നിങ്ങളുടെ ലോൺ സാങ്ഷൻ ചെയ്യിപ്പിക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ പുറത്തു പോകാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു കിടപ്പാടമോ എന്തെങ്കിലും ഇച്ചിരി സ്ഥലമുണ്ടെങ്കിൽ ബാങ്ക് പ്ലഡ്ജ് ചെയ്ത് അവർ നിങ്ങളുടെ ഫണ്ട്, നിങ്ങളുടെ ലോൺ ഇമ്മീഡിയറ്റായിട്ട് സാങ്ഷൻ ചെയ്യും. ഈ ഇമ്മീഡിയറ്റ് സാങ്ഷൻ കിട്ടുന്നത് കൊണ്ട് അത് വളരെ എളുപ്പമെന്ന് കരുതരുത്. എളുപ്പം മീൻസ് യു ഹാവ് ടു റീപേ ഇറ്റ്. ആ റീപേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ലോൺ വേഗം കിട്ടുന്നപ്പോൾ പെട്ടെന്നൊരു ആവേശം മൂത്ത് കറക്റ്റായിട്ടുള്ള അന്വേഷണങ്ങളില്ലാതെ ഒരു കോളേജോ അതേത് രാജ്യമെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും. കാരണം പല സ്റ്റുഡൻസ് ഇന്നും ലോണൊക്കെ എടുത്ത് പോയിട്ട് അവർക്ക് റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ വീടുകൾ ജപ്തി ഭീഷണിയിലാണ്. അത് നമുക്ക് ബാങ്കുകാരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ബാങ്കുകാർ മറ്റുള്ളവരുടെ ഡിപ്പോസിറ്റ് എടുത്ത് നിങ്ങൾക്ക് ലോൺ തന്നിരിക്കുകയാണ്. അവർക്ക് കറക്റ്റ് കിട്ടുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് അവർക്ക് ലോൺ കൊടുക്കുന്നത്. അതിലെന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ബാങ്കുകാർ നിങ്ങൾ കൊടുത്ത പ്രോപ്പർട്ടി അവർ സീസ് ചെയ്യാൻ നോക്കും. അത് വിറ്റ് കളയും. അപ്പോൾ നിങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു കോഴ്സായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ജോലി ചെയ്യാനുള്ള സൗകര്യമുള്ള രാജ്യമായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ അവിടുത്തെ ടാക്സ് സ്ട്രക്ചറും കൂടെ നോക്കണം. ഇപ്പോൾ ഒരുപാട് വലിയ ശമ്പളം ഉണ്ടെങ്കിൽ അത്രയും ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അത് നോ യൂസ്. അത് ബെറ്റർ ഇതൊക്കെ മറ്റൊരു ടാക്സൊക്കെ കുറവുള്ള ഒരു രാജ്യത്ത് പോണത് വലിയ കുഴപ്പം ചെയ്യില്ല. കാരണം അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ. സോ എനിക്ക് ഒരിക്കൽ കൂടി പറയുന്നു, സ്റ്റുഡൻസ് പഠിക്കാൻ പോകുമ്പോൾ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, വീട്ടിൽ പേരൻസുമായി ആലോചിക്കുക, ബാങ്ക് കയറുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുക, ബാങ്കിന് മാസം തോറും എത്ര രൂപയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ അവിടെ പോയിക്കാൻ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ ഇമ്മീഡിയറ്റ് കിട്ടിയില്ല, അത് 2-3 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്ത് അവിടുത്തെ പൾസൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. സോ ഇപ്പോൾ അഡ്മിഷൻ്റെ കാലമാണ്. നിങ്ങൾക്കറിയാം, വളരെ ഒരുപാട് ഏജൻസി ഉണ്ട്. അവർ പറയുന്നതെല്ലാം സത്യമാണെന്നില്ല. എന്നാൽ എല്ലാവരും ചീറ്റ് ചെയ്യുന്നവരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എത്ര കണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അത്ര കണ്ട് നിങ്ങൾ സുരക്ഷിതരാകും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.